ഹായ് ഗായ്സ്, ദച്ചാപ്പിച്ചിയുടെ പുതിയ പഠിച്ചോക്ക് നമ്മളിന്ന് അപ്പം ദച്ചാണെങ്കിൽ എന്തിനാ ഓടി വരണുണ്ട്. എന്ത് കാരണം? പുട്ടും കടിച്ച് കടിച്ച് മടിച്ച് എന്താ കയ്യിലൊരു ഐഡിയ ആണ്. എന്തോ നമുക്ക് ബീച്ച് ഉണ്ടാക്കിയാലോ? ഫാസ്റ്റ്. ഓക്കെ ഫാസ്റ്റ് കാണാനില്ല. ദച്ചുവിനും ബിച്ചുവിനും വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് പാസ്ത ഉണ്ടാക്കാം. അവർക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിഷുവിനാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. പാസ്ത എവിടെ പോയി? അതാണ് ഞാൻ നോക്കണ. പാസ്ത കാണാനില്ല. പാസ്ത എടുത്തോണ്ടോ? പാസ്ത ദച്ചു എവിടെയോ എടുത്തോണ്ട് പോയിട്ടുണ്ട് കേട്ടോ. ദച്ചു ആണ് കേട്ടോ പാസ്ത എടുത്ത് എവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പാസ്ത എടുത്തോണ്ട് പോയ കേട്ടോ ദച്ചു. എന്നിട്ട് അവൾക്ക് പാസ്ത വേണം. അപ്പൊ ദച്ചു വിഷൻ ഉണ്ടാക്കും. ദച്ചുവിന് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് വന്നപ്പോ തൊട്ട് ഭയങ്കരമായിട്ട് ദച്ചുവിന് നമുക്ക് തൽക്കാലം ഇവിടെ വന്നിരുന്നു. അപ്പൊ ദച്ചു അത് കട്ട് ചെയ്ത് കൊടുക്കും. ദച്ചുവിനൊന്ന് അറിഞ്ഞൂടെന്നാണ് തോന്നാ. ഉണ്ടോ ഇങ്ങനെ ഒട്ടൊന്നുമില്ല. പിന്നെയാണ് പക്ഷെ ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ അന്നത്തെ മറ്റേ ചെടി വെള്ളം ഒഴിക്കുമ്പോൾ മറ്റേ കുരുങ്ങി കിടന്നപ്പോൾ കറക്റ്റ് ആക്കിയിട്ട് മറ്റു ആളാണ്. ബുദ്ധി ഉപയോഗിക്കും. എവിടെയല്ല അവിടെ എൻ്റെ കൈയും കൂടെ വെക്കും. അപ്പം പാസ്ത നമ്മളെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പാത്രത്തില് വെള്ളം വെക്കണം. വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് ഓൺ ചെയ്ത് നമുക്ക് അടിയിൽ വെക്കണം. ഇല്ലല്ലോ. ഇങ്ങനെയാണ്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒഴിച്ചോ? ഓക്കെ. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് കൂടെ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇടണം. ഓക്കെ. ഇതൊന്ന് ചൂടാവട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തോളൂ. പിന്നെ ഇരുമുണ്ട്. ഇതെല്ലാത്തിന്റെ പേര് പറ. ഇതെന്തൂണ്? ഇത് ദച്ചുവിന് ശരിക്കും അറിഞ്ഞുകൂടാ ഗൈസ്. അതാണ് ഈ ചോദിച്ച. ഇത് എന്താ പറയുന്നത്? ക്യാപ്സിക്കം, ഇത് തക്കാളി, ഇത് കാരറ്റ്, ഇത് ഉള്ളി, ഇത് വെളുത്തുള്ളി. അപ്പൊ ഇതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണ ഗൈസ്. ഇത് വെച്ചാണ് കട്ട് ചെയ്യാൻ പോണത്. അത് വാഷ് ചെയ്യണ്ടേ ഫസ്റ്റ്? ഉള്ളി തൊളിക്കണം. ഉള്ളി തൊളിക്കാം. ഇത് ഈ വെളുത്തുള്ളി തൊളിക്കണം. ഇതെല്ലാം അമ്മ കഴുകി കൊണ്ടുവരാം. ഇതൊക്കെ അപ്പോഴേക്കും എന്റെ കൈ ഇപ്പൊ ദച്ചാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ്. എന്നുവെച്ചാൽ പാസ്ത കഴിക്കാനുള്ള ഇത് വന്നിട്ട് ഇതിന് നമ്മുടെ തൊലി കളഞ്ഞെടുക്കാം. അതിങ്ങെടുക്ക്. കൈ മുറിയാണ്. ഓക്കെ. പിച്ചാത്തി ഇങ്ങെടുക്കും. ഒന്നും കൂടെ കഴുകിയിട്ട് കൈ കഴുകിയായിരുന്നു. ഇതെങ്ങനെയാണ് പ്ലേറ്റ് തരണം? പ്ലേറ്റിലാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെയല്ല.
പക്ഷെ സ്പേസ് ഉണ്ട്. ദാ ഇവിടെ അപ്പൊ guys, ഇത് ഒരു പാൻ എടുത്തിട്ട് ദാ ഇവിടെ നിന്നിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് കൊടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ദാ ഇവിടെ കിട്ടി. ഇങ്ങനെ കട്ട് ചെയ്യണം. പ്ലേറ്റ് പൊട്ടിക്കരുത്. അതിലേക്ക് പാസ്ത ഇടണം. വിഷുവിന് പേടിയുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിടാം. കയ്യിൽ തെറിക്കരുത്. പേടിയാടാ? വിഷുവിന് പേടിയിടുന്നത്. ബെസ്റ്റ്. കുറച്ച് എനിക്ക് ഇച്ചിരി പേടിയാണ്. കുറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു 5 മിനിറ്റ് ഒന്ന് റെഡി ആവാൻ വേവാൻ വേണ്ടിയിട്ട് ടൈം കൊടുക്കാവേ. തരിയാണ് പിന്നെ എല്ലാ പാത്ത് അതിലേക്ക് ബസ് വിഷുവിനെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല. വിഷൻ അത് വലിയ വലിയ പീസായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. കുറച്ചുകൂടി കുഞ്ഞായിട്ടാണ് വേണ്ടിയിരുന്നത്. ക്യാപ്സിക്കം ഞാൻ അറിയട്ടോ. ഞാനാണ് ക്യാപ്സിക്കം. അത് വിഷൻ ചെയ്യാം. എങ്ങനെയാണെന്നറിയാവോ? അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. കൈ പോവരുത്. കൈ സൂക്ഷിച്ച്. ഇത് നമുക്ക് വേവുന്ന സമയം കൊണ്ടേ നമുക്ക് പെട്ടെന്നൊന്ന് ഈ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാവേ. പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ബട്ടർ കട്ട് ചെയ്യണം. നിൽക്കുക ചൂടാവട്ടെ. വെജിറ്റബിൾസ് എടുത്തുണ്ടോ? സവാള വിഷു അരിഞ്ഞ കണ്ണ് നീറും കേട്ടോ. അതുകൊണ്ട് കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഫസ്റ്റ് ഓണിയൻ ഇടും. നീ ഇടണ്ട. നീ ഇട്ട ഇതെല്ലാം ഇവിടെ തെറിപ്പിക്കും. ഇതിൻ്റെ പുറത്ത് എണ്ണ തെറിക്കുകയാണെങ്കിൽ പിന്നെ നീ ഇവിടെ അയ്യോ അതിന് മുന്നേ വെളുത്തുണ്ട്. ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. എനിക്ക് ബ്രെഡും ബട്ടറും മിക്സ് ചെയ്ത് കഴിക്കണേ ഇഷ്ടം. നല്ല ടേസ്റ്റാണ്. നല്ല മണം വരത്തുള്ളൂ. വെളുത്തുള്ളി മൂച്ചിട്ടുണ്ട്. കുറേ നാളായി കുറച്ചൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് വേവട്ടെ.
ഇതിലോട്ട് ബൗളിലോട്ട് മാറ്റും. ബൗളിലോട്ട് മാറി വിശ്വനാണെങ്കിൽ ഒരു സമാധാനമില്ല. ദച്ചുവിനാണ് പാസ്ത വേണമെന്ന് പറഞ്ഞത്. എന്നിട്ട് വിശ്വനാണ് ഇവിടെ സമാധാനമേ ഇല്ലാത്തത്. ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഈ ഓർഗാനോ കൂടെ ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. പിന്നെ അത് ലാസ്റ്റ് ഇടണം. അത് നമുക്ക് ക്യാപ്സിക്കം ഇടാവേ. ജസ്റ്റ് ബാക്കിയെല്ലാം ഒന്ന് വഴഞ്ഞിട്ടുണ്ട്. വിഷുവിന് ദച്ചുവിന് ഭയങ്കര പാടായിരുന്നു അലക്കറി കഴിക്കാനേ. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെയുള്ളതിൻ്റെ കൂടെ അങ്ങ് അറിയാതെ കഴിച്ചോളൂ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സോസും കൂടെ റെഡിയാക്കി എടുക്കാം. വെജിൻ്റെ പാസ്ത ഇല്ലാത്തില്ല. കഴിഞ്ഞിട്ട് സോസ് മേക്കിംഗ് കഴിഞ്ഞില്ല. ഇത് തന്നെ കുറച്ചുകൂടി ബട്ടർ ഇടുക. ബട്ടർ ഇട്ടിട്ട് ബട്ടർ മെൽറ്റ് ആവണം നോക്കട്ടെ. ബട്ടർ ഇട്ടിട്ട് നമ്മുടെ നല്ല ഒരു വെജ് തരോ. ഫിഷിനൊരു സമാധാനവും ഇല്ല. നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കുറച്ച് ഒരു സ്പൂൺ ഇട്ടതിന് ശേഷം നന്നായിട്ട് എൻ്റെ കട്ടയെല്ലാം ഉടച്ച് അങ്ങനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും. കുറച്ചായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഈ ക്രീം സോസുള്ള ക്രീമാണ് റെഡിയാക്കുന്നത് കേട്ടോ. കുറച്ചായിട്ട് പാലൊഴിച്ച് ഈ കട്ട എല്ലാം വരാതെ നല്ല സൂപ്പറായിട്ട് എടുക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അതിനിടയിൽ കൂടി ആരോ വന്ന് പാസ്ത തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതെന്തോ മൈദപ്പൊടിയാണ്. ഇതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഈ വെജിറ്റബിൾസും കൂടെ തട്ടി വെച്ചു. ഇവിടെ വിഷയം നന്നായിട്ട് ഇതിലെല്ലാം ഒന്ന് പിടിച്ചു വരട്ടെ കേട്ടോ. ഈ സോസ് അല്ല ഈ ക്രീം വന്നിട്ട് ഇതിലൊന്ന് പിടിച്ചിട്ട് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല കുറുകി അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട് വിശ്വ? ദച്ചു എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാ? അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.